കൈറ്റ് സൈഡ്. അപ്പോൾ നമ്മളെന്നുള്ളത് കുറ്റിപ്പുറം പാലത്തിലാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെ സമയത്ത് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഫൈൽ വർക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇത് സംഭവം എന്ന് വെച്ചാൽ എപ്പോക്സി കോട്ടഡ് റെയിൻഫോഴ്സ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ വാട്ടർ കടലിൻ്റെ അടുത്തും പിന്നെ ഈ വെള്ളത്തിലൊക്കെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ സ്റ്റീൽ റോഡ്സ് വേഗം തന്നെ ഇത് തുരുമ്പെടുക്കുന്നു. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു പച്ച നിറത്തിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പ് ബാധിക്കില്ല ഈ സ്റ്റീലിനെ, അത് കുറേ കാലം നിലനിൽക്കും. അതാണ് ഇതിൻ്റെ സയൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കുറ്റിപ്പുറം പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഇതിൻ്റെ ഗൈഡേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു കുറച്ച് ഭാഗത്ത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ചെയ്യേണ്ടത് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇന്ന് ആ റോഡ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു കുറ്റിപ്പുറത്തിൻ്റെ പഴയ പാലവും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഭംഗിയും നമ്മളൊന്ന് ആസ്വദിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർച്ച്, പിന്നെ അതിൻ്റെ സ്റ്റാൻഡ്, അതേപോലെ ബ്രിഡ്ജ്, അതൊക്കെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് തന്നെ പറയാം. പക്ഷേ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ചെറിയ വാഹനങ്ങളുടെ പെരുപ്പക്കുറവും പിന്നെ ചെറിയ വാഹനങ്ങളായതുകൊണ്ട് തന്നെ 2 ലൈൻ, അപ്പോൾ ഇന്നത് പോരാ, ഇന്ന് മിനിമം 6 ലൈനൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ചെറിയൊരു പാലം, അതാണ് ഈ കുറ്റിപ്പുറം ബ്രിഡ്ജ്. അപ്പോൾ ഇന്നത് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഡെവലപ്പായി ഇന്ന്. അപ്പോൾ അത് മുമ്പുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിന് തന്നെ വലിയൊരു പുഴയാണ് ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന കുറ്റിപ്പുറം പാലം അടങ്ങുന്ന ഈ ഒരു പുഴ. അപ്പോൾ വേനൽക്കാലം ആയതിനാൽ വെള്ളമൊക്കെ വറ്റി ഏകദേശം വെള്ളമൊക്കെ വളരെ കുറവാണുള്ളത്. അതാണ് നമ്മളെ കാണുന്ന കാഴ്ച. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല. ഓരോ സമയത്ത് ഓരോ കാഴ്ചകളാണ് നമ്മൾ പ്രകൃതി തരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. ഈ ഒരു മെമ്മറി കാർഡിൽ മിസ്സായിപ്പോയി ആ ഒരു സമയത്ത്. അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എങ്ങനെയൊന്ന് കിട്ടിയപ്പോൾ കുറേ ഞാൻ എടുത്ത് വെച്ച വീഡിയോസ് ഇതിലുണ്ട്. കുറേ നമ്മൾ എടുക്കുന്നില്ല, പക്ഷേ ഇതൊക്കെ മനോഹരമായ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റൊന്നും തോന്നരുത്. എന്തിനാണ് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ചിന്തയുണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രെയിനും പിന്നെ ഡ്രില്ലേഴ്സിലും വന്ന് ഇങ്ങനെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പാലത്തിൻ്റെയും പുഴയുടെയും പിന്നെ ഈ കരയുടെയും സൗന്ദര്യം നമുക്ക് അതിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത്. നല്ലൊരു കാഴ്ച, അതായത് പ്രകൃതിയുടെ മറ്റൊരു ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ബ്രിഡ്ജൊക്കെ. പക്ഷേ ഇനി അത് ഉപയോഗിക്കുമോ എന്നറിയില്ല. ഉപയോഗിക്കായിരിക്കും, ഒരു 1 വേ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു ലോകത്തേക്ക്, പുതിയ റോഡിലേക്ക്, പുതിയ കാഴ്ചയിലേക്ക് പോകുന്ന നിമിഷങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പണികളൊക്കെ നടന്ന് തീരാറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയ കാഴ്ചകളിലേക്ക് നീങ്ങാം. ഇതൊരു ജസ്റ്റ് ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ പഴയ പാലം ഇങ്ങനെയായിരുന്നു, വർക്ക് നടക്കുന്നതിന് മുമ്പിൽ, NHൻ്റെ വർക്ക് നടക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു കാഴ്ച, അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. അപ്പോൾ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി, പുതിയ കാഴ്ചകളുമായി. ടേക്ക് കെയർ. ബൈ ബൈ.